ബലാത്സംഗം ചെയ്തു എന്ന വീട്ടമ്മയുടെ ആരോപണത്തിൽ താനൂർ ഡിവൈഎസ്പി വി ബെന്നി മലപ്പുറം എസ്പിക്ക് പരാതി നൽകി. മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയാനാണ് സ്ത്രീയെ കൊണ്ട് വ്യാജ ആരോപണം നടത്തിച്ചത് എന്നാണ് പരാതി. ഗൂഢാലോചന അന്വേഷിക്കണമെന്നും വി ബെന്നി. വിവരങ്ങളുമായി അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് രണ്ടാം ദിന ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ. ഇപ്പോൾ പരാതി നൽകാനായി വി ബെന്നി തയ്യാറെടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. തുടർന്ന് ഈ കേസിന്റെ ഒരു പോക്ക് അതെങ്ങനെയായിരിക്കും? ഗുഡ് മോർണിംഗ് മോത്തി. ആദ്യം തന്നെ നമുക്ക് വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, ഇന്നലെ ഈ ആരോപണം ഗുരുതരമായ ബലാത്സംഗ ആരോപണമാണ് ഉയർന്നത്. അതിന് പിന്നാലെ തന്നെ അത് നിഷേധിച്ചുകൊണ്ട് ഈ ആരോപണ വിധേയരായ 3 ഉദ്യോഗസ്ഥരും രംഗത്തെത്തിയിരുന്നു. പിന്നാലെ ഈ പരാതി വ്യാജമാണെന്ന് തെളിയിക്കുന്ന അന്നേ ഉണ്ടായിരുന്ന റിപ്പോർട്ടും പോലീസ് പുറത്തുവിട്ടിരുന്നു. അങ്ങനെ അതിൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകും, നിയമപരമായൊക്കെ മുന്നോട്ട് പോകുമെന്ന് ഈ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതാണ്. പിന്നാലെയാണ് ഇപ്പോൾ താനൂർ ഡിവൈഎസ്പി ആരോപണ വിധേയനായ വി ബെന്നി ഇപ്പോൾ നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. SP-ക്കാണ് ആദ്യം പരാതി നൽകിയിട്ടുള്ളത്. അത് ഈ ഗൂഢാലോചനയാണ് ഇത്തരമൊരു ആരോപണത്തിന് പിന്നിൽ, അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ DYSP വി ബെന്നി പരാതി നൽകിയിരിക്കുന്നത്. മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് വി ബെന്നി. ഈ കേസിലെ കുറ്റപത്രം സമർപ്പിക്കുന്നതിനാണ് ഇത്തരത്തിൽ ഉണ്ടായ ഒരു പ്രത്യേകമായ ഗൂഢാലോചനയാണ് തനിക്കെതിരെ ഉണ്ടായ ഈ ഒരു ആരോപണത്തിന് പിന്നിൽ എന്നാണ് SP-ക്ക് നൽകിയ പരാതിയിൽ എന്തായാലും ബെന്നി വിശദമാക്കിയിരിക്കുന്നത്. ഇതിലെന്തായാലും നടപടി വേണം, ഈ ഗൂഢാലോചനയ്ക്കെതിരെ നടപടി വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പരാതി നൽകിയത്. ഒപ്പം തന്നെ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് DYSP ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. മാനനഷ്ടം ഉൾപ്പെടെയുള്ള കേസുമായി മുന്നോട്ട് പോകും, നിയമപരമായി കോടതിയിലേക്ക് സമീപിക്കും എന്ന് SP വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ സുജിത് ദാസും CI വിനോദും ആരോപണ വിധേയരാണ്. ഇവരെല്ലാം ഇത്തരത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇന്നലെ എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ ആണ് ഈ ഒരു വീട്ടമ്മയുടെ പരാതി പുറത്തു വരുന്നത്. അതായത് ഈ CI വിനോദ് ബലാത്സംഗം ചെയ്തു, ഇതുമായി പരാതിയുമായി മുന്നോട്ട് പോയപ്പോൾ DYSP ബെന്നി കടന്നു പിടിക്കുകയായിരുന്നു. സുജിത് ദാസ് 2 തവണ പീഡിപ്പിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഈ വീട്ടമ്മ ഉന്നയിച്ചത്. പിന്നാലെയാണ് പോലീസ് ഈ ഒരു കേസിന്റെ റിപ്പോർട്ട് അടക്കം പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ, ഈ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർ എന്തായാലും നിയമ നടപടിയായി മുന്നോട്ട് പോകും. അതിന്റെ ആദ്യപടി എന്നോണമാണ് ഇപ്പോൾ ഗൂഢാലോചന, മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനയാണ് തനിക്ക് പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ SP-ക്ക് പരാതി നൽകിയിരിക്കുന്നത്. മോത്തി. അരുൺ, ഒരു മാധ്യമത്തിനെതിരെയും വളരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് ആ മാധ്യമത്തിന്റെ ഉടമസ്ഥരായ മുട്ടിൽ മരമുറി കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഇതിനു പിന്നിലെന്നും അത് സംബന്ധിച്ച് ഈ അപകീർത്തികരമായ വാർത്ത നൽകിയതിനെതിരെയും നടപടി ഉണ്ടാകുമെന്നുമൊക്കെ പറയുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്താണ് വിശദാംശം? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞ നിയമ നടപടിയിലേക്ക് വരുമ്പോൾ, ഈ ഡിഫമേഷനിലേക്ക് പോകുമ്പോൾ, മാനനഷ്ടത്തിലേക്ക് വരുമ്പോൾ അതായത് മോത്തി സൂചിപ്പിച്ച ഈ ചാനലുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഈ കേസ് മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമാണ്, മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനയാണ് ഈ ഒരു ആരോപണത്തിലേക്ക് എത്തിയതാണ് വി ബെന്നി പറയുന്നത്. അത് ഈ ചാനൽ ഉടമകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എന്തായാലും പറഞ്ഞു വയ്ക്കുന്നത്. അതിൽ നഷ്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീങ്ങും എന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണെന്നാണ് എന്തായാലും വി ബെന്നി വ്യക്തമാക്കിയത്. അപ്പോൾ അത്തരത്തിൽ നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയത്. മോത്തി. ശരി അരുണിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും അപകീർത്തികരമായ വാർത്ത നൽകി, അത് മുട്ടിൽ മരമുറി കേസ് അട്ടിമറിക്കാനാണ്, കുറ്റപത്രം സമർപ്പിക്കാതിരിക്കാനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനാണ് അപകീർത്തികരമായി ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചത് എന്ന് പറയുന്നു. അതിനെതിരെ നടപടി സ്വീകരിക്കും. ഇപ്പോൾ SP-ക്ക് പരാതിയും നൽകിയിട്ടുണ്ട്.